السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സുഹൃത്തുക്കളെ, ഒരു തുറന്ന പുസ്തകം പോലെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു ദീനി ജീവിതത്തിന്റെ അപാരമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു മാതൃകയായിരുന്നു നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞ ബഹുമാന്യനായ സയ്യിദുൽ മുസ്ലിയാർ അവർകൾ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ വിവരിക്കപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് തുടക്കം മുതൽക്ക് എന്റെ പ്രാക്ടീസ് തുടങ്ങിയ ഒന്നാം ദിവസം മുതൽക്ക് അദ്ദേഹത്തെ പലപ്പോഴായി ചികിത്സിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് വരണമെന്ന് പറയാറുണ്ട്, വന്നിട്ടുണ്ട്. വളരെയധികം പ്രാവശ്യം അദ്ദേഹത്തെ നോക്കുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന കാലത്ത് ഡോക്ടർ യൂസഫ് അലി ആയിരുന്നു നോക്കിയിരുന്നത്. രോഗി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഒരു വിധത്തിലുള്ള അത്യുക്തിയില്ലാതെ എനിക്ക് പറയാൻ പറ്റും. ഒരു ഡോക്ടറുടെ നിർദ്ദേശം അത് അദ്ദേഹം പരമാവധി പാലിച്ചു. ഭക്ഷണത്തിലും ചികിത്സയിലും മറ്റെല്ലാ കാര്യങ്ങളും അതൊരു മാതൃകയാണ്. വാസ്തവത്തിൽ പലരും, നമ്മിൽ പലരും, ഞാനടക്കം രോഗിയാവുമ്പോൾ അതിനെ ഭംഗം വരുത്താറുണ്ട്. പക്ഷേ ഉസ്താദ് അവർകൾ അത് പരമാവധി ശ്രദ്ധിക്കുകയും ചികിത്സയോടും ചികിത്സിക്കുന്ന ഡോക്ടറോടും കൂറ് പുലർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വളരെയധികം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ സവിശേഷത നിങ്ങൾക്കറിയാം. വളരെ ലളിതവും വിനയപൂർവ്വമായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ജീവിതവും. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. പച്ചമത്സ്യം വാങ്ങി അങ്ങാടിയിൽ നിന്ന് വരുന്ന സമസ്തയുടെ പ്രഗത്ഭനായ സെക്രട്ടറി ഒരു അപൂർവമായ ചിത്രമാണ് നമ്മളുടെ മുന്നിൽ വരഞ്ഞു വെക്കുന്നത്. മനുഷ്യന് അഹങ്കാരമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ 5 കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഒന്ന് പാണ്ഡിത്യം, പണം, അധികാര പദവികൾ, പ്രാഗൽഭ്യം, പിന്നെ പത്രാസ് പറഞ്ഞ ആകാര ഭംഗി. അതാണ് ഞാൻ നീക്കിയത്. 5 പായകളാണ്: പാണ്ഡിത്യം, പദവി, പണം, പ്രാഗൽഭ്യം, ഒരു വിഷയത്തിലുള്ള പ്രാഗൽഭ്യം, അതുപോലെ തന്നെ ആകാര സൗഷ്ഠവും ഭംഗി. സയ്യിദുൽ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം 2 കാര്യത്തിൽ അദ്ദേഹം ഈ കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള ദീനി പാണ്ഡിത്യം ഉണ്ടായിരുന്നു. രണ്ടാമത്, അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും അതിനു മുമ്പ് മതവിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്തയുടെ മതവിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും വലിയ ഉന്നത പദവിയിൽ തന്നെയായിരുന്നു. പക്ഷേ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ അംശം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ മത്സ്യം കൊണ്ടുവരുന്ന സയ്യിദുൽ മുസ്ലിയാരുടെ പിക്ചർ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇതെല്ലാ പണ്ഡിതന്മാർക്കും, എല്ലാ പണക്കാർക്കും, എല്ലാ പദവികളിലിരിക്കുന്നവർക്കും മാതൃകയാക്കാവുന്നതാണ്, മാതൃകയാക്കാൻ പറ്റാത്തതുമാണ്. അഹങ്കാരം ഉണ്ടാവും പദവിയിലെത്തുമ്പോൾ, പാണ്ഡിത്യം അധികം ഉണ്ടാകുമ്പോഴൊക്കെ, പണമുണ്ടാവുമ്പോൾ. ഞാൻ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ പാപ്പയെപ്പറ്റി അതിപ്രശസ്തനായിട്ടുള്ള ബിഷപ്പ് വിദഗ്ധൻ പ്രൊഫസർ CK രാമേന്ദ്രൻ ഞാൻ കൊണ്ടോട്ടിക്കാരനാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ച്, ശരി മുഹമ്മദ് മുസ്ലിയാരെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പ്രൊഫസർ CK രാമേന്ദ്രൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സർ, ഞങ്ങളുടെ വലിയ പണ്ഡിതനല്ലേ ഞങ്ങൾ. അപ്പോ അദ്ദേഹം ചെറുശ്ശേരി സയ്യിദുൽ മുസ്ലിയാരുടെ ഫാദറായിരുന്ന, പാപ്പയായിരുന്ന മുഹമ്മദ് മുസ്ലിയാരെ ചികിത്സിച്ച ഒരു ചരിത്രം എനിക്ക് പറഞ്ഞു തന്നു. ഞാനിവിടെ അത് പറഞ്ഞു നിങ്ങളെ ഇതാവുന്നില്ല. എനിക്ക് രോമാഞ്ചം തോന്നിപ്പോയി. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അവസാന വാക്കായിരുന്നു പ്രൊഫസർ രാമേന്ദ്രൻ വളരെ കാലം കോഴിക്കോട്ടായിരുന്നപ്പോൾ.
അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനെ പറ്റി ഇത്രയും വലിയ ഒരു അഭിനന്ദന വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും രോമാഞ്ചമുണ്ടായി. ആ കാലത്ത് ഇവിടെ കൊണ്ടോട്ടിയിൽ വന്ന അന്നും പേർക്ക് ഞങ്ങൾ തുടങ്ങിയ സൗഹൃദം മരിക്കുമ്പോൾ വരെ, മരിക്കുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രോഗി എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹം വന്നാൽ വളരെ സൗമ്യമായിട്ട് അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ പറഞ്ഞിരും. രോഗവിവരങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് നിർദ്ദേശം കൊടുത്താൽ പല പ്രാവശ്യവും അദ്ദേഹം റിലീഫ് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടന്നിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ കരുതുമ്പോൾ ഞാൻ യൂസ്വലിയോട് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭീതിയാണ്. കാരണം ഹാർട്ടിന്റെ സുഖം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടായിരുന്നു. വല്ലതും സംഭവിച്ചു പോയാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. ഒന്നും സംഭവിച്ചില്ല. അള്ളാഹു പല പ്രാവശ്യം വലിയ സഹായം ചെയ്തൊന്നും ഒന്നും ഉണ്ടായില്ല. അവസാനം അദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹം എൻ്റെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു നേരിയ അബോധാവസ്ഥയിലായിരുന്നു. ഉടനെ തന്നെ CT സ്കാൻ ചെയ്തു. തലച്ചോറിൽ വളരെ വ്യക്തമായിട്ട് വളരെ വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടായിരുന്നുണ്ടായിരുന്നത്. ആ CT സ്കാൻ കണ്ടാൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് ആർക്കും പറയാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹം പണ്ഡിതന്മാർക്കും മറ്റെല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ഞാൻ നിങ്ങളോടുകൂടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ സുതാര്യവും സുലളിതവുമായിട്ടുള്ള ജീവിതം മാതൃകയാക്കാൻ നാം ശ്രമിക്കുക. കഴിയുകയില്ല, പക്ഷേ എങ്കിലും നമുക്ക് അതിന് ശ്രമം നടത്തി നോക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം തന്നതിൻ്റെ ഇതിന്റെ ഓർഗനൈസേഷന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.